വനം അദാലത്തിൽ ആകെ 29 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 9 പരാതികൾ തീർപ്പാക്കി. തീർപ്പാക്കിയവയിൽ 7 പരാതികളും കടുവയുടെ ആക്രമണത്തിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. ശേഷിക്കുന്ന പരാതികളിൽ ഭൂരിഭാഗവും കൃഷിനാശവുമായി ബന്ധപ്പെട്ടവയാണ്. ഇവയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. അതേസമയം 2018 മുതൽ 2026 വരെയുള്ള കാലയളവിൽ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള 120 പരാതികൾ നിലവിലുണ്ടെന്നും ഇവയിലെ നഷ്ടപരിഹാര തുക 2 ആഴ്ചയ്ക്കുള്ളിൽ വിതരണം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൂന്നാറിൽ നടന്ന ഡിവിഷൻ തല വനം അദാലത്തിന്റെ ഉദ്ഘാടനം ദേവികുളം MLA F. രാജ നിർവഹിച്ചു. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം നിലവിലെ 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കി ഉയർത്താൻ സർക്കാർ തലത്തിൽ ഇടപെടുമെന്നും MLA വ്യക്തമാക്കി. മറയൂർ ചിന്നാർ റോഡിന്റെ വീതി കുറവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നടപടി സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. പഞ്ചായത്ത് തലത്തിൽ വന്ന് അദാലത്ത് കൂടുകയും അതുപോലെ തന്നെ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ എസ്റ്റേറ്റ് മേഖലയിൽ കുടിയടിച്ചിട്ട് അവർക്കുള്ള നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 ആഴ്ചക്കകം ഉടനെ തന്നെ അത് തീരുമാനമെടുത്ത് അവർക്കുള്ള പൈസ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ചിന്നാർ റോഡ് 2 സൈഡും കുഴിയായിട്ട് കിടക്കുവാണ്. അതിനുള്ള യോഗവും കൂടി ഉടനെ തന്നെ തീരുമാനിച്ച് അത് 2 സൈഡും കോൺക്രീറ്റ് ചെയ്തതാണ്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിജയകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വിനോദ് B, സബ് കളക്ടർ ദേവികുളം VM ആര്യ, മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സാജു വർഗീസ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.